ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പീസുകൾ പിനാഫോറിൻ്റെ പീസുകൾ ജോയിൻ ചെയ്ത് നമുക്ക് പിനാഫോർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ഈ മിഡിൽ പീസും ഈ സൈഡ് പീസുകളും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ മിഡിൽ പീസിന് നമ്മൾ ഒരു മാർക്ക് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ കട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റ് ലൈനൊന്നും ഇപ്പോൾ ഇതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ നോക്കിയിട്ട് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുത്ത് വെക്കണം. വേസ്റ്റ് ലൈൻ നമുക്ക് അതിൻ്റെ അളവ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും വരുന്ന വിധത്തിൽ കട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബെൽറ്റാണ്. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇതിന് പിടിപ്പിക്കാനുണ്ട് ആദ്യം. അതിന് ശേഷമാണ് നമ്മളിത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബെൽറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടാണല്ലോ ബെൽറ്റ് കട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ചെറിയ ഇതെടുത്ത ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിടുത്തിൽ ഇങ്ങനെ അടിച്ച് വരാം. ഈ പോയിൻ്റ് എത്തുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് സൂചി താഴ്ത്തി വെക്കുക. സൂചി താഴ്ത്തി വെച്ചതിന് ശേഷം ഈ ഷേപ്പിലും കൂടി ചെരിഞ്ഞിട്ടുള്ള അടിയും കൂടി അടിക്കുക. എന്നിട്ട് നമുക്കിത് എന്തെങ്കിലും പെൻസിലോ ഇർക്കിലോ എന്തെങ്കിലും കുത്തിയിട്ട് ഇത് മറിച്ചെടുക്കണം. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബെൽറ്റ് മറിച്ചിട്ട് കഴിഞ്ഞു. ഇതേപോലെ ഇനി 2 ബെൽറ്റും മറ്റേ ബെൽറ്റും കൂടി അടിച്ചെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ബാക്കിലെ മിഡിൽ പീസ് നമ്മൾ ബാക്കിൽ നിന്ന് വിചാരിച്ചിട്ടുള്ള കട്ടിങ് ഉണ്ടാവുമല്ലോ, കഴുത്തൊക്കെ അതിനനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ബാക്കിലെ മിഡിൽ പീസിൻ്റെ നല്ല വശത്ത്, അതായത് ബാക്കിലെ മിഡിൽ പീസിൻ്റെ നല്ല വശത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് ഇടണം എന്ന്, വേസ്റ്റ് ലൈൻ്റെ ഭാഗം, ആ ഭാഗത്ത് ഇത് 2 പീസും പിടിപ്പിക്കുക. അതായത് ഇങ്ങനെ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. അതായത് ഈ മാർക്കിൻ്റെ മോൾ ഭാഗത്തായിട്ട്, മാർക്കിന്ന് മുകളിലേക്കായിട്ടായിരിക്കണം. മാർക്ക് ഇവിടെയാണുള്ളത്, അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുമ്പോൾ എങ്ങനെ വെക്കേണ്ടത് പറഞ്ഞാൽ ഈ ജോയിൻറ്റ്, നമ്മൾ ഈ ബെൽറ്റ് പീസ് ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് മുകളിലായിരിക്കണം, മറ്റേ പീസ് താഴെ. അങ്ങനെയാണ് നമ്മളിത് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് മതി. ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 ബെൽറ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ബെൽറ്റും 2 സൈഡിലായിട്ട് ജോയിൻ ചെയ്തു. അതായത് വേസ്റ്റ് ലൈനിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട്, എന്നാൽ ഈ ജോയിൻറ്റ് വരുന്നത് മുകളിലായിരിക്കണം. ആ വിധത്തിലാണ് 2 പീസും ഇങ്ങനെ നല്ല വശത്ത് ജോയിൻ ചെയ്തത്. അതായത് ബാക്കിലെ മിഡിൽ പീസിൻ്റെ നല്ല വശത്ത്. ഇനി നമുക്ക് ഈ സൈഡ് പീസുകൾ ഇതിന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വെച്ച് നോക്കാം എങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ സൈഡ് ഏതാണ് നല്ല വശത്ത് എന്നുള്ളത്. അപ്പം ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. അതിന് ശേഷമായിരിക്കണം ജോയിൻ ചെയ്യുന്നത്. അത് ബാക്കും അടിവശവും അതിൻ്റെ മോശവശവും നല്ല വശവും ശ്രദ്ധിച്ചിട്ട് വെക്കണം. കാരണം തിരിച്ചാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇത് മോശം വശം മുകളിലും അങ്ങനെയായിട്ട് വരും. ഇതിൻ്റെ മിഡിൽ പീസിൻ്റെ നല്ല വശം മുകളിൽ, ഇതിൻ്റെ നല്ല വശം അടിയിൽ, അങ്ങനെയായിട്ട് വരും. അപ്പോൾ അതുപോലെ ആവാതെ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ സൈഡുകൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് ഭാഗത്താണ് നോക്കിയിട്ട് ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളെല്ലാം മുകളിൽ നിന്ന് താഴേക്കാണ് അടിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഈ അടിവശത്തുനിന്ന്, കാരണം ഇതിപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഉള്ളത്, കാരണം ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കറക്റ്റാണ്. പക്ഷേ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ കൈയും കൈക്കുഴിയും ജോയിൻ ചെയ്യുന്ന പോലെയാണ്. ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ. ഇതിനെയാണ് നമുക്കിപ്പോൾ ഈ സൈഡിൽ ജോയിൻ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ മീതെന്നല്ല, താഴെ, ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മിഡിൽ പീസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ, വലിക്കാൻ പാടില്ല. എന്നാൽ സൈഡ് പീസ് അത് നമ്മൾ നല്ല വലിച്ച് പിടിച്ചിട്ടായിരിക്കണം ജോയിൻ ചെയ്യുന്നത്. നല്ല ടൈറ്റായി പിടിക്കണം. പക്ഷേ താഴത്തെ പീസ്, അതായത് മിഡിൽ പീസ്
തീരെ വലിയാൻ പാടില്ല. അത് നമ്മൾ തൊടുകയേ വേണ്ട. അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് ഒപ്പമായിട്ട് ഇതിങ്ങനെ ടൈറ്റായി പിടിച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 സൈഡും അതുപോലെ 2 പീസിൻ്റെയും ബാക്കിലെയും ഫ്രണ്ടിലെയും മിഡിൽ പീസും സൈഡ് പീസും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് പീസും അതായത് മിഡിൽ പീസും സൈഡ് പീസും ജോയിൻ ചെയ്ത് കഴിയും. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇടില്ല. നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് സൈഡ് പീസ് വെച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇത് പുറത്തേക്ക് നല്ല വശത്തേക്കായിട്ട് ബെൽറ്റ് കിട്ടി. ഇനി ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ താഴേന്ന് മുകളിലേക്കാണല്ലോ അടിച്ചു വരുന്നത്. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് അടിച്ചു വന്നിട്ട് ഒരു മുകളിലേക്ക് എത്താനാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഏകദേശം കഴിഞ്ഞാൽ കുറച്ച് മാത്രം ബാക്കിയുള്ളപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയിലേക്ക് എത്തിക്കണം. കാരണം ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് തന്നെ ആകുമ്പോൾ കുറച്ച് കൂടെ നല്ലൊരു വ്യത്യാസം വരും. ആക്കുമ്പോൾ ഇപ്പോൾ ഇനി ചെറിയൊരു വ്യത്യാസമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഈ ഭാഗം ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗം, അതായത് ഈ ഇങ്ങനെ ഇത് നല്ല ചെരിഞ്ഞ് വരുമല്ലോ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ കേവ് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് കൊടുക്കുക. അതായത് നമ്മളത് നിവർത്തി വെക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുള്ളല്ല, ഒരു 1/4 ഭാഗം വരെ ഇങ്ങനെ കട്ട് കൊടുക്കാം. ഈ കേവ് വരുന്ന ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നിവർത്തി വെക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ. ഈ കേവില്ലാതെ ഒരു 1/4 ഭാഗം ഇങ്ങനെ കട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് നിവർത്തി വെച്ചതിന് ശേഷം 2 വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ തയ്യൽ തുമ്പ് ഈ സൈഡിലെ ഭാഗത്തേക്കാക്കിയിട്ട് ഇവിടെ പതിച്ചടിക്കാം. അതായത് ഈ അരികിലൂടെ ജോയിൻറ്റിൻ്റെ അരികിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടിക്കേണ്ടത് ഈ സൈഡ് പീസിൻ്റെ ഭാഗത്തായിരിക്കണം, മിഡിൽ പീസിലല്ല. അപ്പോൾ തയ്യൽ തുമ്പ് ഇതിൻ്റെ അടിയിൽ ഈ സൈഡ് പീസിൻ്റെ അടിയിലേക്കാക്കി വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അങ്ങനെ സ്റ്റിച്ച് പുറത്തേക്ക് കാണുന്നത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തയ്യൽ തുമ്പ് ഇത് ഒറ്റ അടി മതി കേട്ടോ ആദ്യത്തത്. എന്നിട്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ 2 സൈഡിലേക്കും ആക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. നല്ല ഈ ഭാഗത്തും ഇടാം, ഈ ഭാഗത്തും ഇടാം ഇസ്തിരി. അപ്പം നല്ല വൃത്തിയിൽ നിന്നോളും. അപ്പോൾ 2 വിധത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിച്ച് കാണുന്നത് പ്രശ്നമില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഈ അരിയിലൂടെ അടിച്ചു കൊടുത്താൽ മതി, പതിച്ചടിക്കാം. ഇല്ലെങ്കിൽ ഇത് 2 ഭാഗത്തേക്കാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇസ്തിരി ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയിൽ നിന്നോളും. അപ്പം നിങ്ങളെ ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാതെ ഇസ്തിരി ഇട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതും വൃത്തിയോടൊന്നും അല്ല, ഈ അടിക്കുന്നതും നല്ല വൃത്തി തന്നെ ഉള്ളൂ. അതായത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, ചെരിഞ്ഞൊന്നും പോകാതെ നല്ല ഈ അരികിലൂടെ നല്ല വൃത്തിയിൽ അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കഴുത്ത് പീസ് കട്ട് ചെയ്യണം. കഴുത്ത് പീസ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ വീഡിയോ, അതായത് അതിൻ്റെ ക്ലാസ് ട്യൂട്ടോറിയൽ നമ്പർ 11 ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഇതിൽ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കുമെങ്കിലും അത് കണ്ടാൽ കുറച്ചുകൂടി അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ കഴുത്ത് പീസ് കട്ട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ഈ കൈക്കുഴിയിലും ഒരു പീസ് കട്ട് ചെയ്യാം. അതായത് ഒരു പീസല്ല, നമുക്ക് 4 സൈഡിൽ വരുന്നുണ്ടല്ലോ. ബാക്ക് പീസിന് 2 സൈഡിൽ, ഫ്രണ്ട് പീസിന് 2 സൈഡിൽ. അപ്പോൾ 4 പീസ് കട്ട് ചെയ്യാം. കഴുത്തിന് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഓരോ പീസും. അപ്പോൾ ഇത് നമുക്ക് 2 വിധത്തിൽ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്തിട്ട് എടുക്കാം ഈ കൈക്കുഴിയൊക്കെ. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ എങ്ങനെ ചെയ്യേണ്ടത്, ഇത് ജോയിൻ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇട്ട് തരാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ കഴുത്ത് പീസ് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ജസ്റ്റ് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ മടക്കി വെച്ചാലും വലിയ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ വെക്കുന്നതാണ് നല്ല ഒരു ഫിനിഷിങ്ങും ഒരു കാണാനൊരു നല്ലൊരു ക്വാളിറ്റിയും തോന്നാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ കഴുത്ത് പീസ് പോലെ തന്നെ പീസ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിംഗ് വേണമെങ്കിൽ വെക്കാം, വെറുതെ മടക്കി അടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കഴുത്ത് പീസ് പോലെയും വെക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം.
അപ്പം നമ്മൾ കഴുത്തിൻ്റെ പീസും ജോയിൻ ചെയ്തു, കൈക്കുഴീൻ്റെ പീസും ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് സെയിം ആണ്. അതായത് നമ്മൾ ആദ്യം വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ടച്ച് ചെയ്യുന്ന വിധത്തിൽ വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കോർണർ എത്തുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് സൂചി താഴ്ത്തി വെച്ചിട്ടായിരിക്കണം ഇങ്ങോട്ട് എടുക്കണം. അതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ട്യൂട്ടോറിയൽ നമ്പർ 11-ൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇത്. അപ്പം അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ അതിനെ നിവർത്തി വെച്ചിട്ട് അതൊന്ന് പതിച്ചടിക്കുക, പിന്നെ അതിൻ്റെ അരികടിക്കുക. അപ്പോൾ 3ആയി. ഇനി 4ാമത്തെ സ്റ്റെപ്സ് ഇതിനെ മടക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഇതിനെ മടക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അടിക്കണമെങ്കിൽ അടിക്കുകയും ചെയ്യുക. ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്താൽ മതി. പിന്നെ ഇനി ഇത് അതേ സ്റ്റെപ്സ് തന്നെയാണ് ഈ കൈക്കുഴിക്കുള്ളത്. അപ്പം 2 ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്തും ജോയിൻ ചെയ്തു, കൈക്കുഴീൻ്റെ 4 സൈഡും ജോയിൻ ചെയ്തു. അതായത് ഫ്രണ്ടിൻ്റെ 2 സൈഡ്, ബാക്കിൻ്റെ 2 സൈഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനുമുമ്പ് ഈ കഴുത്ത് ഈ സ്ക്വയർ തന്നെ ആക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. വി ആണോ യു ആണോ റൗണ്ടാണോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് സ്ക്വയർ ചെയ്തു എന്നേ ഉള്ളൂ, ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഇനി നമുക്ക് ഇത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഈ 2 നമ്മൾ ജോയിൻ ചെയ്ത പീസുകളുണ്ടല്ലോ, അതായത് കഴുത്തിനും കൈക്കുഴിക്കും, ഇതിങ്ങനെ നിവർത്തി വെച്ച് തന്നെ ജോയിൻ ചെയ്താൽ മതി. അതിന് ശേഷം പിന്നെ നമുക്ക് മടക്കിയടിക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പീസ് ഫ്രണ്ടോ ബാക്കോ ഏതായാലും നല്ല വശം മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മറ്റേ പീസ് ഇതിന് ടച്ച് ചെയ്യുന്ന വിധത്തിൽ, അതായത് നല്ല വശവും ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം വെക്കുമ്പോൾ ഈ ജോയിൻറ്റുകൾ തമ്മിൽ നല്ല കറക്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഈ കഴുത്തും കൈക്കുഴിയും ഒക്കെ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ പീസുകൾ, അത് ഇങ്ങനെ ഒപ്പാക്കി വെച്ചിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 ഷോൾഡറും ജോയിൻ ചെയ്യുക. പിന്നെ അത് നമുക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് 2 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ഒന്നിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് അടിക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്നെങ്കിൽ ഹെമ്മിങ് ചെയ്യുക. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി വൃത്തി. അപ്പോൾ ഹെമ്മിങ് അറിയാത്തവർക്ക് ട്യൂട്ടോറിയൽ നമ്പർ 30, അതായത് 30, ട്യൂട്ടോറിയൽ നമ്പർ 30-ൽ ഹെമ്മിങ്ങിനെ പറ്റി ഹെമ്മിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മതി അറിയാത്തവർ. പിന്നെ അല്ല ഇനി അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഞാനിപ്പം കഴുത്ത് ഹെമ്മിങ്ങും കൈക്കുഴി അടിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൈക്കുഴി ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ നല്ലതും അകത്ത് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. സൈഡ് ജോയിൻ ചെയ്ത് അതിന് ശേഷം അടിവശവും മടക്കിയടിക്കുക. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്യുന്നത് കാണാം. സൈഡ് ജോയിൻ ചെയ്തു, അടിവശവും മടക്കി അടിച്ചു. ഇനി എനിക്ക് കഴുത്ത് ഹെമ്മിങ് പണിയുണ്ട്, അത് പിന്നെ ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി ഈ സൈഡ് ജോയിൻ ചെയ്തെടുത്ത് നമ്മൾ ചുരിദാർ ടോപ്പ് ചെയ്തപ്പം കട്ട് ചെയ്തില്ല, അതുപോലെ ഈ കേവ് വരുന്ന ഭാഗത്ത്
ഒന്ന് 2 കട്ട് കൊടുത്താൽ അത് നല്ല വൃത്തിക്ക് നിന്നോളൂ. 2 സൈഡിലും. ഇനി നമുക്ക് കഴിയും. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ അപ്പോൾ എല്ലാവരും പിന്നെ ഇതൊന്ന് അടിച്ച് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള. കാരണം എല്ലാവർക്കും കുറേ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കട്ട് പീസുകളൊക്കെ പിന്നെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഉപകാരപ്രദമായ വിധത്തിൽ ചെയ്യാൻ പറ്റിയൊരു മോഡലാണിത്. അപ്പോൾ ചെയ്യുക. പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷനും സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു വെക്കുക. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു ക്ലാസ്സുമായി ഇൻഷാ അല്ലാ ഉടനെ കാണാം. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവൽ. ബാക്കിൽ ഇങ്ങനെ ബെൽറ്റ് കെട്ടി കൊടുക്കേണ്ടത്. അപ്പം അത് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവരെ കുട്ടികളെ ലൂസിനനുസരിച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.